ആഗോള രാഷ്ട്രീയ ഭൂപടത്തെയും പസഫിക് സമുദ്രത്തിലെ ശക്തി സമവാക്യങ്ങളെയും ഒന്നടങ്കം മാറ്റിമറിച്ചുകൊണ്ട് ഉത്തര കൊറിയ തങ്ങളുടെ ചരിത്രത്തിലെ ഏറ്റവും ഭീതിജനകമായ സൈനിക മുന്നേറ്റത്തിന് തുടക്കം കുറിച്ചിരിക്കുകയാണ്. ഇത്രയും കാലം കരയിൽ നിന്നും ഭൂഗർഭ താവളങ്ങളിൽ നിന്നും മാത്രം അമേരിക്കൻ സഖ്യത്തിന് നേരെ ആണവ മിസൈൽ ഭീഷണി ഉയർത്തിയിരുന്ന പിയോങ്യാങ് ഇനി മുതൽ തങ്ങളുടെ കളി ആഴക്കടലിലേക്ക് മാറ്റുന്നു എന്നതിന്റെ കൃത്യമായ പ്രഖ്യാപനമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. പസഫിക് മേഖലയിൽ നിലയുറപ്പിച്ചിട്ടുള്ള അമേരിക്കൻ നാവികസേനയ്ക്കും ദക്ഷിണ കൊറിയൻ പ്രതിരോധ നിരക്കും ഒരേ സമയം വൻ നാശനഷ്ടങ്ങൾ വരുത്താൻ ശേഷിയുള്ള ഉത്തര കൊറിയയുടെ പുത്തൻ ആണവ യുദ്ധക്കപ്പൽ പരീക്ഷണങ്ങളുടെ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. പടിഞ്ഞാറൻ ശക്തികളുടെ കടുത്ത ഉപരോധങ്ങളെയും ഭീഷണികളെയും പൂർണ്ണമായി കാറ്റിൽ പറത്തിക്കൊണ്ട് ഉത്തര കൊറിയൻ പരമാധികാരി കിം ജോങ് ഉൻ തന്നെയാണ് ഈ ചരിത്ര പ്രധാനമായ നാവിക ഓപ്പറേഷന് നേരിട്ട് മേൽനോട്ടം വഹിച്ചത്. ഉത്തര കൊറിയൻ നാവികസേനയുടെ കരുത്തിരട്ടിയാക്കാൻ പോന്ന അടുത്തിടെ അതീവ രഹസ്യമായി അറ്റകുറ്റപ്പണികൾ പൂർത്തിയാക്കിയ കാങ്കോൺ എന്ന 5000 ടൺ ഭീമൻ മൾട്ടിപർപ്പസ് ഡിസ്ട്രോയർ യുദ്ധക്കപ്പലിലാണ് ഈ തത്സമയ ആയുധ പരീക്ഷണങ്ങൾ അരങ്ങേറിയത്. കേവലം ഒരു സാധാരണ സൈനിക അഭ്യാസത്തിനപ്പുറം അമേരിക്കൻ നാവിക വ്യൂഹത്തെ ഒന്നടങ്കം കടലിൽ മുക്കാൻ ശേഷിയുള്ള അത്യാധുനിക സ്ട്രാറ്റജിക് ക്രൂയിസ് മിസൈലുകളാണ് ഈ ഭീമൻ കപ്പലിൽ നിന്നും വിജയകരമായി തൊടുത്തുവിട്ടത്. കടലിന്റെ ഉപരിതലത്തോട് ചേർന്ന് അതിവേഗത്തിൽ സഞ്ചരിച്ച് ശത്രുക്കളുടെ റഡാറുകളെ വെട്ടിക്കാൻ ശേഷിയുള്ളതാണ് ഈ ക്രൂയിസ് മിസൈലുകൾ. ഉത്തര കൊറിയയുടെ ഒഫീഷ്യൽ മീഡിയ പുറത്തുവിട്ട ദൃശ്യങ്ങളിൽ കാങ്കോൺ യുദ്ധക്കപ്പലിന്റെ മധ്യഭാഗത്തു നിന്നും തീ തുപ്പുന്ന മിസൈലുകൾ കൃത്യമായി ലക്ഷ്യസ്ഥാനം ഭേദിക്കുന്നതായി വ്യക്തമാക്കുന്നുണ്ട്. വെറുമൊരു മിസൈൽ വാഹക കപ്പൽ എന്നതിനപ്പുറം ആധുനിക യുദ്ധഭൂമിയിലെ ഏറ്റവും മാരകമായ സാങ്കേതിക വിദ്യകൾ ഒന്നിച്ചു ചേർത്താണ് ഉത്തര കൊറിയ കാങ്കോൺ ഡിസ്ട്രോയറിനെ പുനർനിർമ്മിച്ചിരിക്കുന്നത്. ഈ നാവിക അഭ്യാസത്തിനിടയിൽ കപ്പലിന്റെ പ്രധാന നാവിക പീരങ്കികളും മിനിറ്റിൽ ആയിരക്കണക്കിന് വെടിയുണ്ടകൾ പായിക്കാൻ ശേഷിയുള്ള അത്യാധുനിക ഓട്ടോമാറ്റിക് ഗണ്ണുകളും കിം ജോങ് ഉന്നിന്റെ സാന്നിധ്യത്തിൽ തുടർച്ചയായി വെടിയുതിർത്തു. ഉത്തര കൊറിയയുടെ ഈ പുതിയ നാവിക മുന്നേറ്റം വെറുമൊരു പ്രാദേശിക സൈനിക പ്രകടനം മാത്രമല്ല, മറിച്ച് ആഗോളതലത്തിൽ അമേരിക്കൻ ആധിപത്യത്തിനെതിരെ രൂപപ്പെടുന്ന പുതിയ സഖ്യത്തിന്റെ വ്യക്തമായ സൂചനയാണ്. മിഡിൽ ഈസ്റ്റിൽ ഇറാനും യൂറോപ്പിൽ റഷ്യയും അമേരിക്കൻ സൈന്യത്തെ വെല്ലുവിളിക്കുമ്പോൾ പസഫിക് സമുദ്രത്തിലൂടെ പിവറ്റ് ടു ഏഷ്യ നയം നടപ്പിലാക്കാൻ ശ്രമിക്കുന്ന വാഷിംഗ്ടണിന്റെ നെഞ്ചിലേക്കാണ് കിം ജോങ് ഉൻ ഇപ്പോൾ ഈ 5000 ടൺ യുദ്ധക്കപ്പൽ ഇറക്കി വെച്ചിരിക്കുന്നത്. ഇത്രയും കാലം ഉപരോധങ്ങൾ കൊണ്ട് ഉത്തര കൊറിയയെ തളർത്താമെന്നായിരുന്നു അമേരിക്കയുടെയും നാറ്റോ രാജ്യങ്ങളുടെയും കണക്കുകൂട്ടൽ. എന്നാൽ ആ കണക്കുകൂട്ടലുകളെല്ലാം തെറ്റിച്ചുകൊണ്ട് കടലിൽ നിന്നും ഏത് നിമിഷവും ആണവാക്രമണം നടത്താൻ ശേഷിയുള്ള ഒരു നാവിക ശക്തിയായി ഉത്തര കൊറിയ അതിവേഗം മാറിക്കഴിഞ്ഞു. ദക്ഷിണ കൊറിയൻ അതിർത്തികളിലും ജപ്പാൻ കടലിലും അമേരിക്കൻ നാവികസേന നടത്തുന്ന സംയുക്ത സൈനികാഭ്യാസങ്ങൾക്കുള്ള കൃത്യമായ മറുപടിയാണ് കിം ജോങ് ഉൻ ഈ ഒരൊറ്റ ഓപ്പറേഷനിലൂടെ നൽകിയിരിക്കുന്നത്. ഈ പുതിയ സംഭവ വികാസങ്ങൾ പസഫിക് മേഖലയെ ഒരു വലിയ യുദ്ധഭീതിയിലേക്ക് നയിക്കുകയാണ്. അടുത്ത 2 മാസത്തിനുള്ളിൽ കാങ്കോൺ ഔദ്യോഗികമായി പെട്രോളിംഗ് ആരംഭിക്കുന്നതോടെ മേഖലയിൽ അമേരിക്ക പടുത്തുയർത്തിയ സൈനിക മേധാവിത്വത്തിന് കനത്ത വെല്ലുവിളിയാകും ഉയരുക. ഉക്രൈൻ റഷ്യ യുദ്ധവും മിഡിൽ ഈസ്റ്റിലെ സംഘർഷങ്ങളും നിലനിൽക്കുന്ന ഈ സാഹചര്യത്തിൽ പസഫിക്കിൽ ഉത്തര കൊറിയ ഉയർത്തുന്ന ഈ പുതിയ യുദ്ധ വെല്ലുവിളി ലോകത്തെ 3ാം ലോക മഹായുദ്ധത്തിന്റെ വക്കിലേക്ക് എത്തിക്കുമോ എന്ന ഭീതിയോടെ നോക്കിക്കാണുകയാണ് അന്താരാഷ്ട്ര സമൂഹം. ഉത്തര കൊറിയയുടെ ഈ പുതിയ നാവിക മുന്നേറ്റം അമേരിക്കൻ ഇന്റലിജൻസ് ഏജൻസിയായ CIA-യെയും ദക്ഷിണ കൊറിയൻ ചാരസംഘടനകളെയും ഒരുപോലെ ഞെട്ടിച്ചിരിക്കുകയാണ്. കടുത്ത സാമ്പത്തിക സാങ്കേതിക ഉപരോധങ്ങൾ നിലനിൽക്കുമ്പോഴും തകർച്ചയുടെ വക്കിലായിരുന്ന ഒരു 5000 ടൺ ഭീമൻ യുദ്ധക്കപ്പലിനെ ഇത്രയും ചുരുങ്ങിയ കാലയളവിനുള്ളിൽ അത്യാധുനിക സംവിധാനങ്ങളോടെ പുനർനിർമ്മിക്കാൻ ഉത്തര കൊറിയയ്ക്ക് എങ്ങനെ സാധിച്ചു എന്ന ചോദ്യമാണ് ഇപ്പോൾ പാശ്ചാത്യ രാജ്യങ്ങളെ അലട്ടുന്നത്. സൈനിക നിരീക്ഷകരുടെ വിലയിരുത്തൽ അനുസരിച്ച് കിം ജോങ് ഉന്നിന്റെ ലക്ഷ്യം കേവലം പസഫിക് സമുദ്രത്തിലെ പെട്രോളിംഗിൽ മാത്രം ഒതുങ്ങുന്നതല്ല. തങ്ങളുടെ പുതിയ അന്തർവാഹിനികളിലും യുദ്ധക്കപ്പലുകളിലും ദീർഘദൂര ആണവ മിസൈലുകൾ സ്ഥിരമായി വിന്യസിച്ചുകൊണ്ട് അമേരിക്കൻ പ്രധാന ഭൂമിയെ എപ്പോഴും ലക്ഷ്യമിടാൻ പാകത്തിലുള്ള ഒരു സെക്കൻഡ് സ്ട്രൈക്ക് ശേഷി കൈവരിക്കാനാണ് ഉത്തര കൊറിയ ശ്രമിക്കുന്നത്. ഈ സാഹചര്യത്തിൽ ഉത്തര കൊറിയയുടെ അടുത്ത നീക്കം എന്തായിരിക്കുമെന്നതിനെ ആശങ്കയോടെയാണ് ലോകം വീക്ഷിക്കുന്നത്. തങ്ങളുടെ നാവികശേഷി ഇനിയും വർദ്ധിപ്പിക്കുന്നതിന്റെ ഭാഗമായി വരും ദിവസങ്ങളിൽ കൂടുതൽ മാരകമായ ടോർപിഡോകളും കടലിനടിയിൽ നിന്ന് തൊടുത്തുവിടാവുന്ന ബാലിസ്റ്റിക് മിസൈലുകളും ഉത്തര കൊറിയ പരീക്ഷിച്ചേക്കുമെന്നാണ് ദക്ഷിണ കൊറിയൻ സൈനിക വക്താക്കൾ നൽകുന്ന സൂചന.
ഉത്തര കൊറിയയുടെ ഈ പുതിയ നാവിക പടപ്പുറപ്പാട് വെറുമൊരു കൊറിയൻ ഉപദ്വീപിന്റെ സുരക്ഷയിൽ മാത്രം ഒതുങ്ങുന്നതല്ല എന്ന് വ്യക്തമാക്കുന്നതാണ് പിയോങ്യാങ്ങിൽ നിന്ന് ഒടുവിലായി പുറത്തുവരുന്ന തന്ത്രപരമായ നീക്കങ്ങൾ. ലോകമെമ്പാടും അമേരിക്കൻ വിരുദ്ധ ചേരികൾ ശക്തമാകുന്ന ഈ പുതിയ ആഗോള സാഹചര്യത്തിൽ റഷ്യയുമായും ഇറാനുമായും ഉത്തര കൊറിയ സ്ഥാപിച്ചിട്ടുള്ള സൈനിക അച്ചുതണ്ട് കൂടുതൽ ശക്തമാക്കാൻ കിം ജോങ് ഉൻ ഈ നാവിക കരുത്ത് ഉപയോഗിക്കുമെന്നാണ് അന്താരാഷ്ട്ര രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത്. ഈ പരീക്ഷണങ്ങൾക്ക് തൊട്ടു പിന്നാലെ കിം ജോങ് ഉൻ വിളിച്ചു ചേർത്ത ഉയർന്ന സൈനിക ഉദ്യോഗസ്ഥരുടെ യോഗത്തിൽ നിന്ന് പുറത്തുവരുന്ന വിവരങ്ങൾ പടിഞ്ഞാറൻ മാധ്യമങ്ങളെ കൂടുതൽ ഭീതിയിലാഴ്ത്തുന്നതാണ്. തങ്ങളുടെ അത്യന്താധുനികമായ ആയുധ നിർമ്മാണശാലകളിൽ ഇതിലും വലിയ യുദ്ധക്കപ്പലുകളുടെ നിർമ്മാണം ഇതിനകം തന്നെ ആരംഭിച്ചു കഴിഞ്ഞതായി കിം വെളിപ്പെടുത്തി. വരും വർഷങ്ങളിൽ തങ്ങളുടെ നാവികസേനയുടെ വ്യാപ്തി ഇരട്ടിയാക്കുമെന്നും പസഫിക് കടലിലെ അമേരിക്കൻ ആധിപത്യം പൂർണ്ണമായും അവസാനിപ്പിക്കാൻ പോന്ന തരത്തിലുള്ള 10,000 ടൺ ഭീമ സ്ട്രാറ്റജിക് ക്രൂയിസുകൾ വികസിപ്പിക്കുമെന്നുമാണ് ഉത്തര കൊറിയൻ ഭരണാധികാരി പ്രഖ്യാപിച്ചിരിക്കുന്നത്. ആഗോള യുദ്ധത്തിന്റെ കരുനിഴൽ പടർന്നിരിക്കുന്ന ഈ അന്തരീക്ഷത്തിൽ ആഴക്കടലിൽ നിന്ന് തീ തുപ്പുന്ന ഉത്തര കൊറിയൻ മിസൈലുകൾ നാളത്തെ ആഗോള രാഷ്ട്രീയത്തെ എങ്ങോട്ടേക്ക് നയിക്കുമെന്ന് കാത്തിരുന്ന് തന്നെ കാണേണ്ടി വരും.